ചാച്ചാ എനിക്ക് ടൂർ പോകാനേ ഒരു 10,000 രൂപ എൻ്റെ ഗൂഗിൾ പേ ചെയ്തേക്ക് കേട്ടോ. 10,000 മതി, എനിക്ക് മൂന്നാർ വരെ പോകാനാ. ഇന്ന് തന്നെ ചെയ്യുമോ ഗൂഗിൾ പേ? ആ എൻ്റെ അതേ നമ്പറിൽ തന്നെ. എൻ്റെ ദൈവമേ, 10,000 രൂപ ടൂർ പോകണമെന്നോ? അത് അച്ഛനോട് നേരിട്ട് അങ്ങനെയാണ് പറയുകയാണോ? അതെന്നാ അങ്ങനെ പറയാൻ വയ്യേ? എൻ്റെ കുഞ്ഞെ, ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? 2 നോട്ട്ബുക്ക് വാങ്ങണമെങ്കിലേ അമ്മയോട് പറയാം, അമ്മേ എനിക്ക് 2 നോട്ട്ബുക്ക് വേണം, അച്ഛനോടൊന്ന് പറയണേ, അച്ഛനോടൊന്ന് പറയണേ, ഇങ്ങനെ പറയുമായിരുന്നു. അതപ്പം പണ്ടത്തെ കാലം, പഴയ കാലം. ഇപ്പം അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. അച്ഛനെയും പേടിക്കണ്ട, അമ്മയും പേടിക്കണ്ട, ആരുടെയും മധ്യസ്ഥയും വേണ്ട. എന്താണോ ആവശ്യം അത് നേരിട്ട് അങ്ങ് പറയാ. അതാ ഞങ്ങളുടെ പോളിസി. ഇങ്ങനെ പറയരുത്. അച്ഛനെയും അമ്മേനെയും ഒന്നും പേടിക്കണ്ടെന്നോ? എന്തിനാ പേടിക്കുന്നത്? അവരെന്താ വല്ല സിംഹമോ കടുവയോ അങ്ങനെ എന്തെങ്കിലും ആണോ? എൻ്റെ ആവശ്യം പിന്നെ ഞാൻ ആരോട് പറയും? എൻ്റെ അച്ഛനോട് പറയും, അച്ഛൻ തരും. അച്ഛാ ഒരു 10,000 ഇഞ്ഞിട്ടേക്കെ എന്നില്ലേ? ഒരു വിലയില്ലേ 10,000-നൊന്നുമില്ലേ ഇപ്പം? പിന്നെ മൂന്നാർ വരെ പോകുന്നതിന് അത്രയും പൈസ ഇല്ലേ ഇപ്പം? 3-4 ദിവസത്തെ ടൂറാ ഞങ്ങളുടെ കോളേജിൽ നിന്ന്. പിന്നെ ഞാൻ വേറെ ആരോട് ചോദിക്കും? എന്താണ് ഇപ്പോഴത്തെ കാലം? എൻ്റെ കുഞ്ഞെ, നീ കേൾക്കുന്നുണ്ടോ മോനെ? അച്ഛനെയും പേടിക്കണ്ട, അമ്മയും പേടിക്കണ്ട, 10,000 രൂപ ടൂർ പോകാൻ വേണമെന്ന്. അതേ ഞങ്ങൾക്ക് ഡൽഹിയിലോട്ടാ ടൂർ. അന്ന് ഞാൻ 30,000 രൂപ ഇപ്പോഴേ കാത്തു വെച്ചേക്കണം കേട്ടോ. ഈശ്വരാ, കാലം പോയ നോക്കി. പുതിയ കാലം ആൻറ്റി. അതെ, എന്നാലും ഇതൊക്കെ കുറച്ച് അധികമാണേ. ഇതൊന്നും ഒരു അധികവും ഇല്ല. അങ്ങനെ വേണം പിള്ളേരെ വളർത്താൻ. എല്ലാം നേരിട്ട് പറയണം. ഇത് കേൾക്കണ്ട കേട്ടോ, ഞാൻ ചെവി കുത്തി പിടിച്ചോ. ഇത് കേൾക്കണ്ട കേട്ടോ. അല്ലാതെ അമ്മയോട് പുറകെ നടന്ന് പറയാ. അതൊക്കെ പണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം. ഇപ്പം ജെൻസി കിഡ്സിന്റെ കാലം കേട്ടോ. കാലമായിരുന്നു നല്ലത്. അത് ആന്റി മാത്രമേ പറയത്തുള്ളൂ. അച്ഛനമ്മമാരെയും മൂത്തവരെയും ഗുരുക്കന്മാരെയും ഒക്കെ ഒരു ബഹുമാനവും പേടിയും സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, അച്ഛനെയും പേടിക്കണ്ട, അമ്മയും പേടിക്കണ്ട, ഒന്നും വേണ്ട. അതാണ് ഇപ്പോഴത്തെ കാലം കേട്ടോ. നല്ലത്. നമുക്കവിടെ നിൽക്കണ്ട, പോയേക്കാം. വേഗം പൊക്കോ, സ്ഥലം വിട്ടോ, അതാ നല്ലത്.